ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ ഫസ്റ്റ് ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസ് ഈ ഒരു വർഷം സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്നതായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അത് ഡിലേ ആയിരിക്കും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്ന. റീസൺ എന്ന് പറയുന്ന ഓർഗനൈസേഷൻസിന് ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം വേണം. അതുപോലെ തന്നെ ഏതൊക്കെ ഗെയിമുകളാണ് ഇതിൽ കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ മെത്തേഡുകൾ, എങ്ങനെയായിരിക്കണം ഇതിന്റെ ഫിനാൻഷ്യൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കുറച്ചും കൂടി ടൈം വേണമെന്നാണ് ഓർഗനൈസേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2026-27 വർഷങ്ങൾ അതിലേതെങ്കിലും ഒരു വർഷത്തിലായിരിക്കും നമുക്ക് ഫസ്റ്റ് ഒളിമ്പിക്സ് ഈ സ്പോർട്സ് കാണാനായിട്ട് സാധിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരമുള്ളത്. ഇതിന്റെ ഫർദർ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷം ഇതാ BGMA ഇ സ്പോർട്സ് ആവേശം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. 2025 ഫസ്റ്റ് BGMA ലാൻ ഇവന്റ് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ലാൻ ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാനിന്റെ ആ ഒരു വൈബ് അവിടെ വേറെ തന്നെയായിരുന്നു. അതിന്റെ ഇൻട്രോ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം അത്രത്തോളം വൈബിലായിരുന്നു ആ ഒരു ലാൻ ഇവന്റിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീമുകളുടെ എൻട്രിയും അടിപൊളിയായിരുന്നു. നമ്മളെ മലയാളി പ്ലെയറായുള്ള സൈറക്സിന്റെ ഫസ്റ്റ് ലാൻ ഇവന്റ് ആയിരുന്നു. ഫസ്റ്റ് ലാൻ എൻട്രി നമുക്ക് സൈറക്സിന്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു. ടീം കാർണിവൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് സൈറക്സ് കളിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആ ഒരു ഡേ 1 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ നമുക്ക് ആ ഒരു മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. മാച്ച് 1 തന്നെ K9 സ്ക്വാഡിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു അടിപൊളി ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് മെഡൽ ഈ സ്പോർട്സിന് നമ്മളെ ഗുജറാത്ത് ടൈഗേഴ്സിനൊക്കെ തീർത്തുകൊണ്ട് 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് K9 സ്വന്തമാക്കിയത്. സ്ലഗ് സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി സെമി ഫൈനൽസിൽ എങ്ങനെയൊക്കെയോ ക്വാളിഫൈ ആയ ടീം ഗ്രാൻഡ് ഫൈനൽസ് തുടങ്ങിയത് ഗംഭീരമായിട്ട് തന്നെയാണ്. മാച്ച് 2 നമുക്ക് ഗോഡ്സ്റൈന്റെ വക ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. തുടക്കത്തിൽ സോളിന് നല്ലൊരു അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യുകയും ലാസ്റ്റിലേക്ക് അവർ ഫിനിഷേഴ്സുകൾ എടുത്ത് ലാസ്റ്റ് റെക്കനിങ്ങിലെയും റെഡ് റോസിലെയും ലാസ്റ്റ് പ്ലേയേഴ്സിനെ തീർത്തുകൊണ്ട് 5 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോഡ്സ്റൈൻ സ്വന്തമാക്കിയത്. ഇവിടെ നമുക്ക് ജോനതന്റെ ഒരു സോളോ ക്ലച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കാർണിവൽ ഗെയിമിങ്ങിനെതിരെയായിരുന്നു ജോനതന്റെ ആ ഒരു ക്ലച്ച് ഉണ്ടായിരുന്നത്. ആൻഡ് മാച്ച് 3 നമുക്ക് VXTയുടെ വക ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ജസ് ജലീലെ ടീമിനെ തീർത്തുകൊണ്ട് 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ കംബാക്കാണ് നമുക്ക് VXTയുടെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചത്. മാച്ച് 4 സാൻഡ് ഹോക്കിൽ നമ്മളെ ക്ലച്ച് ഗോളിന്റെ ടീമായുള്ള ഗുജറാത്ത് ടൈഗേഴ്സിന് വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ഗോഡ്സ് സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയാൻ സാൻഡ് ഹോക്കിൽ നമുക്ക് വമ്പൻ ഡ്രോപ്പ് ക്ലാഷുകളാണ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാർണിവൽ ഗെയിമിങ്ങിന്റെ ഒരു ഡ്രോപ്പ് ക്ലാഷ് ഉണ്ടായിരുന്നു. അത് കാർണിവൽ ഗെയിമിംഗ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് K9 സോളും തമ്മിലുള്ള ഡ്രോപ്പ് ഫൈറ്റിൽ 2 പേർക്കും 2 പ്ലേയേഴ്സിന് നഷ്ടമായി. പിന്നീട് RNTX സോളിനെ അവിടെ വന്ന് തേർഡ് പാർട്ടി അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സാൻഹോക്കിൽ ഇൻട്രസ്റ്റിംഗ് ഡ്രോപ്പ് ഫൈറ്റുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് മാച്ച് 5 നമ്മളെ സൈറക്സിന്റെ ടീമായുള്ള കാർണിവൽ ഗെയിമിങ്ങിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് ഒരു ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് RNTXിലെയും വിൻഗോഡിലെയും പ്ലേയേഴ്സിനെ തീർത്തുകൊണ്ട് 13 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. വൈപ്പർ സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. അതിന്റെ RNTXന് മച്ച് നീഡഡ് പെർഫോമൻസ് ആയിരുന്നു. 14 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് ലാസ്റ്റ് മാച്ചിൽ നമുക്ക് മെഡൽ ഈ സ്പോർട്സിന്റെ വക ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് കാർണിവൽ ഗെയിമിംഗ് ആയിട്ടായിരുന്നു ആ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത്. അത് വിജയിച്ചുകൊണ്ട് 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. കാർണിവൽ ഗെയിമിങ്ങോടെ 10 ഫിനിഷേഴ്സോട് കൂടി 16 പോയിന്റും സ്വന്തമാക്കിയാൻ ഗോൾ ലൈക്കിന്റെ വകി നല്ലൊരു പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. നമുക്ക് BGMAയിലെ എൽ ക്ലാസിക്കോ ഫൈറ്റ് ഇതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോഡൽ വേഴ്സസ് സോള്. അതിൽ സോളിനെ ഈസി ആയിട്ട് തന്നെ ഗോഡൽ അടിച്ചിടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഗോഡ്സ്റൈനെയും ഗോളിലേക്ക് ആ ഒരു ബാക്ക് ടു ബാക്ക് ഫൈറ്റ് എടുക്കുകയും ജോണത്തൻ അവിടെ സോളോ 8 ഫിനിഷേഴ്സ് ആണ് എടുത്തത്. അങ്ങനെ ഗോളിലേക്ക് 17 പോയിന്റ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കി. അതങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ നമ്മുടെ ടീം സൈറക്സ് കളിക്കുന്ന ടീമായുള്ള കാർണിവൽ ഗെയിമിംഗ് ആണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന. ഒരു ചിക്കൻ ഡിന്നർ 42 ഫിനിഷ് പോയിന്റ് അടക്കം 59 പോയിന്റുമായിട്ട് ആ ഒരു ടേബിൾ ടോപ്പിൽ തന്നെ നമ്മളെ കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് മെഡൽ ഈ സ്പോർട്സ് ആണ് നിൽക്കുന്നത് 44 പോയിന്റുമായിട്ട്. തേർഡ് K9 നിൽക്കുന്നുണ്ട് 44 പോയിന്റുമായിട്ട്. ഈ ഒരു ടോപ്പ് 3 ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് സോളിൽ ഉണ്ടായിരുന്ന അതേ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്ന അതേ പ്ലേയേഴ്സിന്റെ ആ ഒരു ടീമുകളാണ് ടോപ്പ് 3 നിൽക്കുന്നത്. ഹെക്ടറും നമ്മളെ ഗോബ്ലിനും നിയോയും മാച്ച് 1 നിൽക്കുമ്പോൾ സെക്കൻഡ് അവരുടെ കോച്ചായുള്ള അമിത്തിന്റെ ടീം മെഡൽ നിൽക്കുന്നുണ്ട്. ഒമേഗയുടെ ടീം തേർഡ് നിൽക്കുന്നുണ്ട്. ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് വൈബ് ആണ്. കാരണം അവർ തമ്മിൽ ഭയങ്കര ഒരു കോൺട്രോവേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അവരത് ഗെയിം പ്ലേയിൽ കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു ആഷ് 1ൽ എത്തണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ നമുക്ക് ഈ ഒരു 3 ടീമുകളുടെയും ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ RNTX 6ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 37 പോയിന്റോട്. 12ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത്. ആ ഒരു ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പെർഫോമൻസ് ഭയങ്കര ലോ ആയിരുന്നു. ബാക്കി 5 മാച്ചുകളിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നു ഗോളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 28 പോയിന്റുമായിട്ടാണ് 12ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ എടുത്തു പറയേണ്ടത് അവർ സിംബിനെ ഇതുവരെ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുതിയ പ്ലെയറായുള്ള സാപ്പിനെയാണ് അവർ ലാൻഡ് ഫൈനൽസിലെ ഡേ 1ൽ കളിപ്പിച്ച്. ഇത്രയും വലിയൊരു ലാൻഡ് ഫൈനൽസ്, അതും സാപ്പ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഓർഗിൽ കളിച്ചിട്ടില്ല. അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ഓർഗാണ് ഗോളിലേക്ക്. അപ്പോൾ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാപ്പിനും വലിയൊരു പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സിംബിൻ്റെ അവസ്ഥകൾ ആലോചിക്കുക. കഴിഞ്ഞ BMPSലും അടിപൊളി പെർഫോമൻസ്, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിൽ സിംബ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലാൻ എക്സ്പീരിയൻസും ഉണ്ട്, എൻ്റെ ഈ ടീമിൻ്റെ ഒപ്പം കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് പോലും സിംബിനെ ആ ഒരു ഡേ 1ൽ കളിപ്പിച്ചിട്ടില്ല. മേ ബി ഇന്ന് നമുക്ക് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതുവരെ കാണാത്ത ടീം സോളിനെയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണുന്നത്. വെറും 14 പോയിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുവരെ സോളിനെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഫൈറ്റുകൾ എടുക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 vs 4 ഫൈറ്റ് പോലും ടീമിന് വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഇന്നലത്തെ മാച്ചുകളിൽ കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ നമുക്ക് സോളിനെ അറിയാം, ഏത് നിമിഷവും കംബാക്ക് നടത്താനും ഡോമിനേറ്റ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ള ലൈനപ്പാണ് സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു കംബാക്ക് സോളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ട് ആ ഒരു ടോപ്പ് 8ലെങ്കിലും ടീം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ കാർണിവൽ ഗെയിമിങ്ങിൻ്റെ വൈപ്പർ 15 ഫിനിഷസോട് കൂടിയിട്ട് ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ ജോനതൻ 14 ഫിനിഷസോട് കൂടിയിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡേ 2 മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാച്ചുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.